ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർക്കും ക്രിസ്തുവിന്റെ വചനങ്ങളിൽ അടിയുറച്ച് ജീവിക്കുന്നതുകൊണ്ട് അന്ധകാരശക്തികളിൽ നിന്ന് മുറിവേൽക്കുന്നവർക്കുമുള്ള ഒരു വലിയ സാന്ത്വന സന്ദേശമാണ് 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 7-ാം വാക്യം. ഒദേദിന്റെ മകൻ ആസറിയ ആസ രാജാവിനെ അറിയിച്ച പ്രവചനമാണ് ഇത്. നിങ്ങൾ ധീരരായിരിക്കുവിൻ, നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. ആസ രാജാവ് ഭരണമേറ്റെടുത്തപ്പോൾ വിഗ്രഹപ്രതിഷ്ഠകളെല്ലാം നീക്കം ചെയ്തു. അതുമാത്രമല്ല, സത്യദൈവത്തെ ആരാധിക്കാനും ദൈവിക പ്രമാണങ്ങൾ ആചരിക്കുവാനും ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദൈവം നൽകിയ അധികാര പദവിയിൽ ഇരുന്നുകൊണ്ട് ദൈവ ഇഷ്ടം നടപ്പിലാക്കാൻ പരിശ്രമിച്ച പഴയ നിയമത്തിലെ ചുരുക്കം ചില ഭരണാധികാരികളിൽ ഒരാളാണ് ആസ. ദൈവമാക്കിയിരിക്കുന്ന നിയോഗ സ്ഥാനങ്ങളിൽ ദൈവ ഇഷ്ടം നിർവഹിക്കുന്ന സമർപ്പിതരായ എല്ലാ ദൈവമക്കൾക്കും അർഹതപ്പെട്ടതാണ് തിരുവചനത്തിലെ ഈ അനുഗ്രഹം. നിങ്ങൾ ധീരരായിരിക്കുവിൻ, നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. നമ്മെ ഓരോരുത്തരെയും ദൈവമേൽപ്പിച്ചിരിക്കുന്ന കുടുംബ, ദാമ്പത്യ, ഇടയത്വ നിയോഗങ്ങൾ സമർപ്പണത്തോടെ നിർവഹിക്കാൻ നമ്മൾ വളരെ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും. പലപ്പോഴും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. സമൂഹത്തിൽ നിന്നും ഉറ്റവരുടെ സ്നേഹബന്ധങ്ങളിൽ നിന്നുമൊക്കെ ഒറ്റപ്പെടേണ്ടതായും വന്നേക്കാം. ലോകത്താകെയുള്ള ജനസംഖ്യയിൽ ക്രിസ്ത്യാനികൾ ഏകദേശം 2 മില്യണിൽ താഴെ മാത്രമാണ്. ബാക്കിയുള്ള 5 മില്യൺ ആളുകൾ ക്രിസ്തുവിനെ അറിയാത്തവരും ക്രിസ്തുവിൽ ആകാത്തവരുമാണ്. ലോകത്തിന്റെ പല ഭാഗത്തും ക്രിസ്തു ശിഷ്യന്മാർ ഇന്ന് സുവിശേഷത്തിന്റെ പേരിൽ വളരെ എതിർപ്പും പ്രതികൂലതകളും പീഡനങ്ങളുമൊക്കെ നേരിടുകയാണ്. നമ്മൾ സുവിശേഷ നിയോഗങ്ങളിൽ വളരെ ഉറച്ചു നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഭയന്ന് പിന്മാറരുത്. ലോകത്തിന്റെ നൂതന തത്വശാസ്ത്രങ്ങളും ആകർഷണങ്ങളും വിവിധ മതസിദ്ധാന്തങ്ങളുടെ സ്വാധീനവുമൊക്കെ മൂലം ക്രിസ്തു ദർശനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രിസ്തു മാർഗത്തിലെ സഹനങ്ങൾ മൂലം നമ്മുടെ ആദ്യ സ്നേഹം തണുത്തു പോകരുത്. ലോകത്തിലെ ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്നവർ ക്രിസ്ത്യാനികളാണെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. അനേകായിരം ക്രിസ്ത്യാനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേകർ പ്രാണരക്ഷാർത്ഥം നാടുവിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ പീഡനങ്ങൾക്കും സഹനങ്ങൾക്കുമിടയിൽ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ശുഭവാർത്തയാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ കേട്ടത്. നിങ്ങൾ ധീരരായിരിക്കുവിൻ, നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. ദുരിതങ്ങൾ സഹിച്ച് ക്രിസ്തുവിന്റെ സാക്ഷികളായി ഉറച്ചു നിൽക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട്. ഇത് വാക്കുമാറാത്ത ദൈവത്തിന്റെ
വിസ്മയ വാഗ്ദത്തമാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ അടിയുറച്ച് പിന്തുടരുമ്പോൾ കുടുംബ ദാമ്പത്യ ബന്ധങ്ങളിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ ഉണ്ടാകുന്ന സഹനങ്ങളിൽ നമ്മൾ നിരാശപ്പെടരുത്. ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളും കണ്ണുനീരുകളും നിത്യതയിലെ നിത്യ തേജസ്സിന്റെ വൻ പ്രതിഫലമായി ദൈവം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തളരാതെ പിന്തിരിയാതെ ക്രിസ്തുവിൽ ആശ്രയം വെച്ച് നമ്മൾ മുന്നോട്ട് പോകണം. കഠിന പീഡനങ്ങളിലൂടെ പൗലോസ് അപ്പോസ്തലൻ യാത്ര ചെയ്തപ്പോൾ സ്വർഗീയ പ്രതിഫലത്തെപ്പറ്റിയുള്ള ചിന്തകളായിരുന്നു അദ്ദേഹത്തെ ശക്തനും ധീരനുമാക്കിയത്. 2 കൊരിന്ത്യർ 4 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ നിരാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. കാണപ്പെടുന്നതല്ല, കാണപ്പെടാത്തതിലാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാണപ്പെടുന്നത് നശ്വരങ്ങളാണ്, എന്നാൽ കാണപ്പെടാത്തത് അനശ്വരങ്ങളാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ക്രിസ്തീയ നിയോഗങ്ങൾ നിറവേറ്റുന്നതിന് പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടായേക്കാം. ആ കഷ്ടനഷ്ടങ്ങളൊന്നും വെറുതെയാവില്ലെന്നാണ് തിരുവചനം നമുക്ക് നൽകുന്ന ഉറപ്പ്. ഒരുപക്ഷെ ക്രിസ്തുവിന്റെ സാക്ഷിയായി ഉറച്ചു നിൽക്കുമ്പോൾ കഷ്ടതകളും പീഡനങ്ങളും ദാരിദ്ര്യവും മരണവുമൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. അതിനൊക്കെ ദൈവം നമുക്കായി സൂക്ഷിച്ചിരിക്കുന്ന സ്വർഗത്തിലെ പ്രതിഫലം വളരെ 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 വലുതാണ്. അതിൽ മനസ്സുറപ്പിച്ച് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളിൽ സമർപ്പിതരായി നമ്മൾ മുന്നോട്ട് പോകണം. കുരിശ് സന്തോഷത്തോടെ കൈനീട്ടി സ്വീകരിച്ചപ്പോൾ മനുഷ്യവർഗത്തിന് ലഭിക്കുവാൻ പോകുന്ന വീണ്ടെടുപ്പും പാപക്ഷമയും നിത്യതയുമൊക്കെയായിരുന്നു നമ്മുടെ കർത്താവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഭാരമേറിയ കുരിശുമായി കാൽവറിയിലേക്ക് നടന്നപ്പോഴും ചാട്ടവാറടിയും പരിഹാസവും മുഖത്ത് തുപ്പലുമേറ്റപ്പോഴും സകലവും നിവൃത്തിയാക്കുവാനുള്ള ഹൃദയത്തുടിപ്പായിരുന്നു കർത്താവിനുണ്ടായിരുന്നത്. കർത്താവിന്റെ ശിഷ്യരായി പിന്തുടരുവാൻ കഷ്ടതകളുടെ കുരിശുമേന്തി നടന്നു നീങ്ങുമ്പോൾ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായില്ലെന്ന് വന്നേക്കാം. കല്ലെറിയുവാനും ഭീഷണിപ്പെടുത്തുവാനും മാനഹാനി വരുത്തുവാനും ദുർവാർത്തകൾ പരത്തുവാനുമൊക്കെ ശത്രുക്കൾ അണിനിരന്നേക്കാം. അപ്പോൾ കർത്താവിന്റെ വചനങ്ങളിൽ മനസ്സുറപ്പിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരെ ഇടറിയ പാദങ്ങളുമായി നടന്ന് നമ്മുടെ സഹനയാത്ര പൂർത്തിയാക്കണം, നിവർത്തിയാക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും
എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ശക്തരാക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.